രാവിലെ തന്നെ എണീറ്റ് പുതപ്പൊക്കെ മടക്കി ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലൊരു കാര്യമാണ്. അതൊക്കെ ചെയ്തിട്ട് നേരെ അടുക്കളയിലേക്ക് എന്തിനി ചായ പിടിക്കാനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് നേരെ കെറ്റിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് വേറൊരു ചെറിയൊരു പരിപാടിയുണ്ട്, കാണിച്ചു തരാം. വേറൊന്നുമല്ല, ഒന്ന് വാംപ്പ് ചെയ്ത് ഒന്ന് വർക്കൗട്ട് ചെയ്യണം. രാവിലെ ഒന്ന് വർക്കൗട്ട് ചെയ്യണം, നല്ല കാര്യമാണ്. അത്യാവശ്യം ഒന്ന് ബോഡിയൊക്കെ ഒന്ന് എൻഗേജ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് പുഷപ്പൊക്കെ അടിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കഴിച്ചിട്ട് നേരെ അടുത്ത പരിപാടി പഠിത്തം. ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനാണ് പഠിക്കാനുള്ളത്. ആദ്യമൊക്കെ ഭയങ്കര ടഫായിരുന്നു കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ രാവിലെ റൊട്ടീൻ്റെ ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ജോലിക്ക് പോകണം. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമല്ലോ. നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജോലിക്ക് പോകുന്നു. ഇന്ന് കുറച്ച് തിരക്ക്, അതായത് ഒന്ന് വൈകിപ്പോയി, അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ധൃതിയുണ്ട്. നേരെ വർക്ക് കഴിഞ്ഞ് വന്ന് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ 6 മണിക്ക് തന്നെ നമുക്ക് ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ അതൊരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ്. കാരണം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണത് ഈ ലൈവ് ക്ലാസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും മിസ്സാക്കാൻ പറ്റില്ല. നമുക്കിത് കഴിഞ്ഞിട്ട് ഇനി മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മനസ്സമാധാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങാനായിട്ട്. അപ്പോൾ നാളെ കാണാം. ബൈ.